Today we are going to see some tips on panel discussion. The first thing to remember is panel discussion is not a debate. It's a discussion. And who does the discussion? Experts. Who are they? Are any experts? Well, it can be anybody. Anyone who knows about a particular given topic can be an expert. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ലവണ്ണം അറിയാമെങ്കിൽ അവർക്കെല്ലാം പാനൽ ഡിസ്കഷനിലെ എക്സ്പേർട്സ് ആവാൻ പറ്റും. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഇറ്റ് ക്യാൻ ബി എ ടീച്ചർ, ഒരു ഓഫീസർ ആവാം, എ ഫാദർ, മദർ, സ്റ്റുഡൻറ്റ്, ആർക്ക് വേണോ പാനലിസ്റ്റ് ആയിട്ട് വരാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി എനിവൺ. Now let's take a peep at the things needed for a good panel discussion. ഒരു നല്ല പാനൽ ഡിസ്കഷന് വേണ്ട ചില ടിപ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം വേണ്ടത് we need a good moderator. കാരണം എന്താണ്? He is the one who controls and coordinates the entire discussion. മുഴുവൻ ഡിസ്കഷനെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മോഡറേറ്ററാണ്. And the moderator has to be aware of many things. ഒരുപാട് കാര്യങ്ങൾ മോഡറേറ്റർ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? He has to do the introduction. ആരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? He is the person who has to introduce both the panelists and the topic. ഈ രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് മോഡറേറ്ററാണ്. And also he has to start the discussion by asking questions. ഇതും ചെയ്യേണ്ടത് നമ്മുടെ മോഡറേറ്ററാണ്. സോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, സ്റ്റാർട്ടിങ് കോൺവെർസേഷൻ കാര്യം നമ്മൾ നോക്കി. അടുത്തത്, ഹി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ ടൈം. ടൈം മാനേജ്മെൻറ്റും ആരുടെ ജോലിയാണ്? മോഡറേറ്ററിൻ്റെ ജോലിയാണ്. ഹി ഹാസ് ടു കൺട്രോൾ ദി പാനൽസ് ഫ്രം ഗോയിങ് ഓവർ ദ ടോപ്പിക് ഓർ ടേക്കിംഗ് ടു മച്ച് ടൈം. ഗോയിങ് ഓവർ ദ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്ന വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കണം, അല്ലേ? വേറെ വിഷയങ്ങളോട്ട് പോകാൻ പാടില്ല. അത് നോക്കേണ്ടത് ഒരു നല്ല മോഡറേറ്ററിൻ്റെ ജോലിയാണ്. അടുത്തത്, ഹി ഹാസ് ടു സമ്മറൈസ് ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കഷൻ ഫോർ ദി ഓഡിയൻസ് ആൻഡ് ഫോർ ദി അതർ പാനലിസ്റ്റ്. ഒരു പാനലിസ്റ്റ് സംസാരിച്ചതിന് ശേഷം ആ പാനലിസ്റ്റിൻ്റെ പോയിൻറ്റ്സ് സമ്മറൈസ് ചെയ്യുന്നതും ഒരു മോഡറേറ്ററിൻ്റെ ജോലിയാണ്. ആർക്ക് വേണ്ടിയാണ്? ആ കൂടെ ഇരിക്കുന്ന പാനലിസ്റ്റിനും വേണ്ടി, അതേപോലെ തന്നെ അവിടെ ഓഡിയൻസ് ഉണ്ട് ഇത് കേൾക്കാനായിട്ട്, അവർക്ക് വേണ്ടിയും കൂടെ ഒരു നല്ല സമ്മറി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സമ്മറി എന്ന് പറയുമ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എടുത്തു പറഞ്ഞാൽ മതി. ആൻഡ് അപ്പോൾ സമ്മറിയും കഴിഞ്ഞാൽ അടുത്തെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, അല്ലേ? ഇൻട്രൊഡക്ഷൻ ചെയ്തു, കോൺവെർസേഷൻ തുടങ്ങി, ടൈം ശ്രദ്ധിക്കുന്നുണ്ട്, സമ്മറൈസ് ചെയ്തു, ഒരു പാനലിസ്റ്റിൻ്റെ സംസാരം കഴിഞ്ഞു, അത് സമ്മറൈസ് ചെയ്തു. അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഹി ഹാസ് ടു കോൾ ദി നെക്സ്റ്റ് പാനലിസ്റ്റ്. അടുത്ത പാനലിസ്റ്റിനെ വിളിക്കണം. വിളിച്ചിട്ട് ഹി ഹാസ് ടു ഡു ദ സെയിം പ്രോസസ്സ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ശരി. സോ ദീസ് ആർ ദ മേജർ തിങ്സ് എ മോഡറേറ്റർ ഹാസ് ടു ബി അവെയർ ഓഫ്. ഇതൊക്കെയാണ് ഒരു മോഡറേറ്റർ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. Now let's come to the panelists. ഇനി നമുക്ക് മോഡറേറ്ററിനെ മാറ്റിയിട്ട് മറ്റു പാനലിസ്റ്റിനെ കാണാം. ആസ് എ ഗുഡ് പാനലിസ്റ്റ് യു ഷുഡ് റിമെമ്പർ certain റൂൾസ്. ചില റൂൾസ് നമ്മൾ പാലിക്കണം ഒരു നല്ല പാനലിസ്റ്റ് ആണെങ്കിൽ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാതെ? റെസ്പെക്ട് ദി അതർ പാനലിസ്റ്റ്, അല്ലേ? ശരിയല്ലേ? ബഹുമാനിക്കണം നമ്മൾ. എന്തൊക്കെയാണ് ബഹുമാനിക്കേണ്ടത്? their ടൈം, their വ്യൂസ്. ഈ രണ്ടും നമ്മൾ ബഹുമാനിക്കണം. അവർക്ക് അവരുടേതായ വ്യൂസ് ഉണ്ട്, അവർക്ക് അവരുടെ സമയം കൊടുക്കുകയും വേണം. അപ്പോൾ ഇടയിൽ കയറി നമ്മൾ സംസാരിക്കാൻ പാടില്ല. അവരുടെ വ്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ക്രുദ്ധരാവാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം അവർക്ക് അവരുടെ വ്യൂസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡോണ്ട് ബി ജഡ്ജ്മെൻ്റൽ. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത്, അവർക്ക് അവരുടെ വ്യൂസ്. അടുത്തത്, കീപ്പ് യുവർ പോയിൻറ്റ്സ് റെഡി. നമ്മൾ വരുമ്പോൾ തന്നെ പ്രിപ്പയർഡായിട്ട് വരിക. അത്യാവശ്യം തോന്നുകയാണെങ്കിൽ റൈറ്റ് ഡൗൺ യുവർ ഷോർട്ട് പോയിൻറ്റ്സ്. നിങ്ങൾ ചെറുതായിട്ട് പോയിൻറ്റ്സ് വേണമെങ്കിൽ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് വരാം, ഒരു തെറ്റുമില്ല. അടുത്ത ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ യു മേ ഹാവ് മെനി ഐഡിയാസ് ബട്ട് പ്രസൻറ്റ് ഓൺലി ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. പക്ഷേ ഡിസ്കഷൻ സമയത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ അവതരിപ്പിക്കാവൂ, അല്ലേ? ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, അതെല്ലാം അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇഫ് യു ഹാവ് അതർ പോയിൻറ്റ്സ് വെയിറ്റ് ഫോർ യുവർ ടേൺ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ലേറ്റർ, അല്ലേ? നമുക്ക് ഇനിയും ഊഴം വരും. ഒരു ആവർത്തി കഴിയുമ്പോൾ വീണ്ടും മോഡറേറ്റർ നമ്മൾ വിളിക്കും. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സ് പറയാം.
Now let's imagine an imaginary panel discussion. നമുക്കൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം, ഒരു ജസ്റ്റ് നമ്മളായിട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ഇമാജിൻ ദാറ്റ് വി ഹാവ് 2 പാനലിസ്റ്റ്. ഓക്കെ, ഇത്തവണ നമുക്ക് 2 പാനലിസ്റ്റ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ആരൊക്കെയാണ്? മിസ്റ്റർ രഘു കിരൺ, അദ്ദേഹം ട്രാൻസ്പോർട്ട് ഡയറക്ടറാണ്, ആൻഡ് മിസസ് റിനി ജോസ് എൻവയോൺമെൻറ്റലിസ്റ്റാണ്. ഈ 2 പേരും ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ നിന്നാണ് അല്ലേ? നമുക്ക് രണ്ട് മേഖലകളിൽ നിന്ന് 2 വ്യത്യസ്തമായ ആളുകളാണ്. Now let's see how they have come prepared today. Let's see the notes they have made. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇവരെങ്ങനെയാണ് ഇന്നത്തെ ടോപ്പിക്കിന് വേണ്ടി നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. നോട്ട്സ് ഒരുപക്ഷെ കാണത്തിലായിരിക്കാം, മനസ്സിലായിരിക്കാം, എങ്കിലും അവരുടെ മനസ്സിലുള്ള നോട്ട്സ് എന്തൊക്കെയാണെന്ന് ഒരു സാമ്പിളായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മിസ്റ്റർ രഘു പറഞ്ഞിരിക്കുന്നത്, അത് മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്, പബ്ലിക് ട്രാൻസ്പോർട്ട് ചീപ്പാണ്, എക്കോണമി ഫോർ ദ സ്റ്റേറ്റ് കൊണ്ടുവരുന്നുണ്ട്, നീഡ് ടു ബി മോർ വിമൻ ഫ്രണ്ട്ലി, സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. മിസസ് റിനി അതേസമയം കൊണ്ടുവന്നിരിക്കുന്ന നോട്ട്സ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു അനുഗ്രഹം തന്നെയാണ്, പക്ഷേ അതുപോലെ ഡോണ്ട് ഇൻക്രീസ് പ്രൈവറ്റ് വെഹിക്കിൾസ്. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂട്ടിയാൽ മതി, പ്രൈവറ്റ് വെഹിക്കിൾസ് കൂട്ടണ്ട. ഒരു സജഷനുണ്ട്, ഓപ്റ്റ് ഫോർ ബാറ്ററി ഓപ്പറേറ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ടിന് നമുക്ക് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതായിക്കൂടെ എന്നൊരു സജഷനുമുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൾമോസ്റ്റ് ദ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ഈ 2 പാനലിസ്റ്റും സെയിം ആണ് അല്ലേ? 2 പേരും ഒരേ പോയിൻ്റാണ്, കാരണം ഇവർ തമ്മിൽ ആലോചിച്ചിട്ടല്ലേ ഇത് കൊണ്ടുവരുന്നത്. അവരുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പോയിൻറ്റ്സ് ആണ്. സോ ഇങ്ങനെ വരാം, ഒരേ പോയിൻറ്റ്സ് 2 പേർക്കൊക്കെ വരാം. അതേപോലെ ശ്രദ്ധിക്കുക, അവർ 1, 2, 3 എന്ന രീതിയിൽ തന്നെ കൊണ്ടുവരിക. അപ്പം അവരെല്ലാവരും എന്താ ചെയ്യുന്നത്? ഓർഡറായിട്ടാണ് അവരുടെ ഈ പോയിൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സം കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻസ്, എന്തോ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ആസ്പെക്റ്റിൽ അവരുടെ പോയിൻറ്റ്സ് അവരുടെ രീതിയിൽ ഓർഡറാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുക. അതേപോലെ ലാസ്റ്റ് മൂന്നാമത്തെ 2 ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് കാണാം, ദർ ആർ സം സജഷൻസ് അല്ലേ, ആസ് ടു ദെയർ എലോങ് വിത്ത് ദെയർ പോയിൻറ്റ്സ്. അവരുടെ പോയിൻറ്റ്സിൻ്റെ കൂടെ തന്നെ ചില സജഷൻസും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ചില ചേഞ്ചസിന് ആവശ്യമുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അതും പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോകാം. First we will see how the moderator introduces the panelists and the topic for the day to the audience. നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് ഈ മോഡറേറ്റർ ആദ്യം പാനലിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, പിന്നെ ടോപ്പിക്ക് 2 ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഓഡിയൻസിൻ്റെ മുമ്പിൽ ഈ പാനലിസ്റ്റിനെയും ഈ ടോപ്പിക്കിനെയും എങ്ങനെയാണ് ആ മോഡറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹലോ വ്യൂവേഴ്സ്, today we have with us the noted transport MD Mr. Raghu Kiran and Mrs. Jose, known for her environmental studies, joining us for a discussion on public transport, its viability and shortcomings. കണ്ടോ? അപ്പം ഹലോ പറഞ്ഞു, വ്യൂവേഴ്സിന് ഹലോ പറഞ്ഞു, ഈ 2 പേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാനലിസ്റ്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ ടോപ്പിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്തത്. So after the introduction, the moderator initiates the discussion. അല്ലേ, ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. The main view of initiating the discussion is to guide and cover the points to be discussed. എന്തിനാണ് നമ്മൾ ഇനിഷ്യേഷൻ കൊടുക്കുന്നത്? ഒരു സ്റ്റാർട്ടിങ് എന്തിനാണ് കൊടുക്കുന്നത്? നമ്മളെന്തിനാണ് മോഡറേറ്ററാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സ് ചിലപ്പോൾ കവർ ചെയ്യത്തില്ല. അപ്പം ആ ഡിസ്കഷനെ ഗൈഡ് ചെയ്യാനും ഏതൊക്കെ പോയിൻറ്റ്സ് കവർ ചെയ്യണം എന്ന് മോഡറേറ്ററിന് അറിയാമെന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും മോഡറേറ്റർ ചോദിക്കുക. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ മോഡറേറ്റർ ഇതിലോട്ട് കടക്കുകയാണ്. Let's begin with Mr. Raghu Kiran. Sir, you have been the MD of transport in our state for the past 4 years. Earlier, you were working as the purchase director of KAL. How do you see our transport industry today? Do you think it needs any change? So, see how he has further introduced the panelists. കണ്ടോ, നേരത്തെ ഓൾറെഡി മിസ്റ്റർ രഘു കിരണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഓഡിയൻസിന് വേണ്ടി. Also, he has asked a specific question which the panelist has to answer. അതേപോലെ ചോദ്യം ഉണ്ടല്ലേ, ഒരു സ്പെസിഫിക് ചോദ്യം തന്നെ ഉണ്ട്. അപ്പോൾ എന്തിനാണ്? അപ്പോൾ ആ പോയിൻ്റാണ് മിസ്റ്റർ രഘു കിരൺ ആൻസർ ചെയ്യേണ്ടത്. സോ നൗ ലെറ്റ്സ് സീ പാനലിസ്റ്റായ രഘു കിരൺ ഇതെങ്ങനെ ഉത്തരം പറയുന്നത് നമുക്ക് നോക്കാം. Yes, Mr. Sanjay, I really think that our transport system is the best in the country. I am not telling this as I am the MD, but I don't think there is any mode of conveyance today that is cheaper than our public transport. Also, let us not forget that it brings a major economy to our state today, as the majority of the population depend on it. When you purchase a ticket of 10 rupees, you can travel almost 7 kilometers.
which I don't think is possible even in our private vehicles. Further, the 2% cess that is collected is used by the government for education and road development, the two major stepping stones to a bright future. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ രഘു കിരണിൻ്റെ സംസാരം. സോ ഹീ ഈസ് വെരി റിലാക്സ്ഡ് അല്ലേ, വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് രഘു കിരൺ അത് സംസാരിക്കുന്നത്. സഞ്ജയ് ആണ് നമ്മുടെ മോഡറേറ്ററിൻ്റെ പേര് അല്ലേ. സോ സീ ദ ലാംഗ്വേജ് ഓഫ് ദ പാനലിസ്റ്റ്. ഇറ്റ് ഈസ് ലൈക്ക് ഹീ ഈസ് റിലാക്സ്ഡ് ആൻഡ് ജസ്റ്റ് ലൈക്ക് ടോക്കിംഗ് കാഷ്വലി ടു എ ഫ്രണ്ട്. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയാണ് ആ പാനലിസ്റ്റ് സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. He came with many points but finished his turn with just a few points. He knows that the other panelists also love to talk. Good job, Mr. Raghu. അല്ലേ, മറ്റുള്ളവരുടെ ടൈമിനെ മാനിച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് പോയിന്റ്സ് മാത്രം അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. കൊള്ളാം അല്ലേ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. Now let's see how the moderator summarizes what Mr. Raghu has told. So moderator എങ്ങനെയാണ് ഇതിനെ സമ്മറൈസ് ചെയ്ത് നോക്കാം. Yes, I think we all agree with the fact that the public transport system is the cheapest mode of conveyance today in our state, and the cess collected can be used for various purposes by the government. But are we environmentally conscious when we talk of increasing more bus services today? Will it harm us or do us good? Mrs. Matthew? See how beautifully the moderator summarizes the point, and also how easily he just asked a question to the next panelist and has initiated further discussion with Mrs. Rini. അല്ലേ, he did not even ask her directly. ഡയറക്റ്റായിട്ട് പോലും ഒരു ചോദ്യം ചോദിച്ചില്ല. പകരം എങ്ങനെയാണ് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുവന്ന അടുത്ത ചോദ്യത്തിലോട്ട്? he just put forward a question and called the second panelist by name. ഒരു ചോദ്യം മുന്നോട്ട് വെച്ചിട്ട് മിസ്സിസ് മാത്യു എന്ന ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. മിസ്സിസ് മാത്യു അല്ല, മിസ്സിസ് ജോസ് ആണ്. സ്പെല്ലിംഗ് മാറിപ്പോയി കേട്ടോ. സോ ഈ ഒരു മോഡറേറ്ററിൻ്റെ ഈ ഒരു ടെക്നിക്ക് കൊള്ളാം. ഇറ്റ്സ് എ സ്മാർട്ട് ടെക്നിക്ക്. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നില്ല, മീൻസ് ഒരാളെ വിളിച്ച് ചോദിക്കണം എന്നില്ല. ചോദ്യത്തിന് ശേഷം ആ വ്യക്തിയെ നമ്മൾ അഡ്രസ്സ് ചെയ്താലും മതി. നമുക്ക് നോക്കാം മിസ്സിസ് ജോസ് ഇതെങ്ങനെ ഉത്തരം പറയുന്നു. Totally agree that this is the cheapest mode of travel. There is no doubt to it. It's much better to increase our public transport than increase the number of private vehicles. A single family having multiple big vehicles which is sadly used by people lavishly without any thought about pollution and environment. This has to change. We have to be conscious of the environment and start using more of the public transport system. But this sudden increase in the number of buses, as the government is planning now, has to be seriously thought about. We can think of substitutes for public vehicles using fossil fuel like maybe importing electric buses and even battery-powered auto rickshaws. See, ശ്രദ്ധിച്ചോ ആ തുടക്കം? She agrees to the previous panelist in some ways and she accepts it. നേരത്തെ മിസ്റ്റർ രഘു കിരൺ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ ഈ പാനലിസ്റ്റ് മിസ്സിസ് റിനി ജോസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് സമ്മതിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഷീ റെസ്പെക്ട്സ് ഹിസ് പോയിൻറ്റ്സ്. കാരണം അദ്ദേഹത്തിൻ്റെ പോയിൻറ്റും അവരെ ബഹുമാനിക്കുന്നുണ്ട് അല്ലേ. ബട്ട് ദെൻ ഷീ മൂവ്സ് ഓൺ ടു ഷോ അനദർ ഡയമെൻഷൻ ടു ദ ഡിസ്കഷൻ. പക്ഷേ അവിടെ അത് മാത്രമല്ല, അതിൻ്റെ മറ്റൊരു വശവും കൂടെ ആ പാനലിസ്റ്റ് പറയുന്നുണ്ട്. So now let's see how the moderator summarizes this time. Yes, that's a very nice point you have raised, Mrs. Jones. We should seriously think of replacing our buses running on conventional fuel to battery-operated buses. Today, I think our public transport is used by a majority of our students. I think it is in our state the highest concession is given to the student to use our public transport. How does the student community see our today's public transport? What is your opinion, Mr. Kiran? So ഇവിടെ ആദ്യം ഒരു സമ്മറിയാണ് പറഞ്ഞല്ലേ. He also agrees with what Mrs. Rini has said. And he proceeds to continue the discussion by asking a direct question to Mr. Raghu Kiran. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഉള്ളത്, ആ സമ്മറി പറഞ്ഞതിന് ശേഷം മിസ്റ്റർ രഘു കിരൺ എന്ന് വിളിച്ച് തന്നെയാണ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയും ചോദിക്കാം. ഒരു ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് സമയത്തും ആ മോഡറേറ്റർ ഈ രണ്ട് പേരെയും വിളിച്ചത് ഫുൾ പേര് വെച്ച് വിളിച്ചില്ല. പകരം അവരുടെ സെക്കൻഡ് നെയിമാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ മിസ്സിസ് ജോസ് എന്ന് വിളിച്ചു, ഇവിടെ മിസ്റ്റർ കിരൺ, മിസ്റ്റർ രഘു കിരണിൻ്റെ സെക്കൻഡ് നെയിമായ മിസ്റ്റർ കിരണിനെ കുറിച്ചാണ് പറഞ്ഞത്. ആൻഡ് ദാറ്റ് ഈസ് പ്രൊഫഷണലിസം. ഇതാണ് പ്രൊഫഷണലിസം അല്ലേ.
So now let's jump a few discussions. Okay, അപ്പോൾ ഇതേപോലെ ഡിസ്കഷൻ മുന്നോട്ട് പോയി നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുക. So now let's jump a few discussions. കുറേ ഡിസ്കഷൻസ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ലെറ്റ്സ് കം ടു ദ ഫൈനൽ പാർട്ട്. നമുക്ക് ആ ഡിസ്കഷനൊക്കെ തീരാറായി ആ സമയത്തിലൂടെ നമുക്ക് വരാം. Well, the moderator is winding up the discussion and he is summarizing all the points he listened to. നമുക്കൊന്ന് കേൾക്കാം. മോഡറേറ്റർ ആ ഡിസ്കഷനിൽ കേട്ട എല്ലാ പോയിൻറ്റ്സും കൂടെ എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നത് നോക്കാം. It's time we have wound up our discussion. In a nutshell, our public transport system is the best in our country. Of course, there are lots of scope for changes like making it more women-friendly and granting concessions to students on holidays too. Well, Mr. Raghu Kiran and Mrs. Reni Matthew, thank you for giving us a wonderful insights into our public transport, its viability and shortcomings. And also thank you to the wonderful audience who have come today to join us. Let's hope we can all take something new today with us. Thank you. So ഇവിടെ ലാസ്റ്റ് ആ ഫൈൻഡിങ് സമയത്ത് ഹി ഹാസ് നോട്ട് ഓൺലി സമ്മറൈസ്, വെറുതെ സമ്മറി മാത്രമല്ല പറഞ്ഞിരുന്നത്. ഹി ടുക്ക് ദി ഓപ്പർച്യൂണിറ്റി ടു താങ്ക് ബോത്ത് ദി പാനലിസ്റ്റ്. ആ വന്ന രണ്ട് പാനലിസ്റ്റിനെയും നമ്മുടെ മോഡറേറ്റർ താങ്ക്സ് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ വ്യൂവേഴ്സ്, ആ വന്ന ഓഡിയൻസിനും ഒരു വലിയ താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇനി അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു സാമ്പിളാണ് നമ്മളിവിടെ ക്ലാസ് ആയിട്ട് എടുത്തത്. സോ ഇത് വച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഒരു ചെറിയൊരു പാനൽ ഡിസ്കഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നടത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ശരി, താങ്ക് യു.